إن الحمد لله نحمده ونستعينه ونستغفره ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما أما بعد فإن أصدق الحديث كتاب الله وأحسن الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار اتقوا الله يا عباد الله. സമൂഹത്തിലെ ഓരോ വ്യക്തിയും നന്നാവണം, എല്ലാവരിലും നന്മയുണ്ടാവണം എന്നൊക്കെ ആഗ്രഹിക്കുന്നവരാണ് നാം എല്ലാവരും. പക്ഷെ പലപ്പോഴും അത് അസംഭവ്യമായി തുടരുകയും ചെയ്യുന്നു. ഏതൊരു വ്യക്തിയും നന്നാവാൻ എന്താണ് പരിഹാരം? അതിനുള്ള ഉത്തരം ഒരു മുസ്ലിം എന്ന നിലക്ക് തന്റെ രഹസ്യ പരസ്യ ജീവിതം സത്യസന്ധമാക്കുക എന്നതാണ് പരിഹാരം. മനുഷ്യരുടെ കർമ്മങ്ങളെല്ലാം വിഭിന്നമാണ് എന്ന് ഉണർത്തിയ ശേഷം അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ ഓർമ്മിപ്പിച്ച പ്രധാനപ്പെട്ട ഒരു കാര്യം സൂറത്തുൽ ലൈലിന്റെ തുടക്കത്തിൽ നമുക്ക് കാണാൻ കഴിയും. ഇന്ന സഅയകും ലശത്ത, നിങ്ങളുടെ പരിശ്രമങ്ങളൊക്കെ വിഭിന്നമാണ്. ഫഅമ്മാ മൻ അഅത വത്തഖ വസദ്ദഖ ബിൽ ഹുസ്ന ഫസനുയസ്സിറുഹു ലിൽ യുസ്റ. എന്നാൽ ആരാണ് അല്ലാഹുവിന് നൽകുകയും അവനെ സൂക്ഷിക്കേണ്ട പോലെ സൂക്ഷിക്കുകയും ചെയ്തത്, എല്ലാ നന്മയെയും സത്യപ്പെടുത്തുകയും ചെയ്തവരാരോ അവർക്ക് നാം എളുപ്പത്തിലേക്ക് സൗകര്യം ചെയ്തു കൊടുക്കും. ഈ ആയത്തിൽ പറഞ്ഞ വസദ്ദഖ ബിൽ ഹുസ്ന, ഏറ്റവും നല്ലതിനെ സത്യപ്പെടുത്തുക എന്നതിന്റെ ഒരു തഫ്സീർ കൂടിയാണ് സൂറത്തു സുമറിലെ 33-ാമത്തെ വചനം. വല്ലദീ ജാഅ ബിസ്സുദ്ഖി വസദ്ദഖ ബിഹി ഉലൈക ഹുമുൽ മുത്തഖൂൻ. സത്യവും കൊണ്ടുവരികയും അതിൽ വിശ്വസിക്കുകയും ചെയ്തവരാരോ അവരാകുന്നു സൂക്ഷ്മത പുലർത്തുന്നവർ എന്നാണ് അല്ലാഹു പറയുന്നത്. ജാഅ ബിസ്സുദ്ഖ്, സത്യവുമായി വന്നത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. വസ്സിദ്ഖുല്ലദീ ജാഅ ബിഹി, അദ്ദേഹം കൊണ്ടുവന്ന സത്യം ഏതാണ്? ലാ ഇലാഹ ഇല്ലല്ലാഹ്, ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന കലിമത്തു തൗഹീദുമാണ്. അതുകൊണ്ട് തന്നെ വിശ്വാസ മേഖലയിലുള്ള സത്യസന്ധതക്കാണ് ഒന്നാം സ്ഥാനം. അതോടൊപ്പം ജീവിതത്തിലുടനീളം സത്യസന്ധരാകുക എന്നത് സത്യവിശ്വാസികളായ നമുക്ക് അനിവാര്യവുമാണ്. യാ അയ്യുഹല്ലദീന ആമനു തഖുല്ലാഹ് വകൂനു മഅസ്സാദിഖീൻ.
സത്യവിശ്വാസികളെ, നിങ്ങൾ അല്ലാഹുവിനെ സൂക്ഷിക്കണം, സത്യസന്ധന്മാരോടൊപ്പം നിലകൊള്ളുകയും ചെയ്യണം എന്ന് അല്ലാഹു കൽപ്പിക്കുന്നു. ഈ ആയത്തിനെ വിശദീകരിച്ച് കൂനൂ മഅ അബീ ബക്കർ വ ഉമർ വ ഉസ്മാൻ വ അലി റളിയല്ലാഹു അൻഹും, ആ ഖുലഫാഉർ റാഷിദുകൾ ഏതൊരു വിശ്വാസത്തിലും അനുഷ്ഠാനങ്ങളിലുമാണോ നിലകൊണ്ടത്, അവരെപ്പോലെ നിങ്ങളുമാകണം എന്നൊക്കെ വിശദീകരിച്ചത് കാണാൻ കഴിയും. സത്യസന്ധരാകുക എന്ന് പറയുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ നാം എത്തിപ്പെടേണ്ട ചില സ്ഥാനങ്ങൾ അല്ലാഹു സുബ്ഹാനഹു വ തആല വിശുദ്ധ ഖുർആനിലൂടെ നമുക്ക് പറഞ്ഞു തരുന്നുണ്ട്. അത് ഓർമ്മപ്പെടുത്തുക മാത്രമാണ് ഈ ഖുതുബയിൽ ഇന്ന് ഉദ്ദേശിച്ചിട്ടുള്ളത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് അല്ലാഹു പ്രത്യേകം പ്രാർത്ഥിക്കാൻ പറഞ്ഞു. വഖുർ റബ്ബി അദ്ഖിൽനി മുദ്ഖല സിദ്ഖിൻ വഅഖ്രിജ്നി മുഖ്റജ സിദ്ഖിൻ വജ്അൽ ലി മിൻ ലദുൻക സുൽത്താനൻ നസീറ. റസൂലുള്ളാഹിയോട് പ്രാർത്ഥിക്കാൻ പറഞ്ഞു. നമ്മളും ഈ പ്രാർത്ഥന പ്രാർത്ഥിക്കേണ്ടവരാണ്. ഞാൻ പ്രവേശിക്കുന്ന ഏതൊരു സ്ഥലമുണ്ടോ, ഞാൻ പുറത്തു വരുന്ന ഏതൊരു സ്ഥലമുണ്ടോ, അത് സത്യത്തിൻ്റെതാകണം. അതിനാണ് അല്ലാഹു പ്രാർത്ഥിക്കാൻ ആവശ്യപ്പെട്ടത്. വജഅൽ ലി മിൻ ലദുൻക സുൽത്താനൻ നസീറ, എനിക്കൊരു സഹായിയും ഒരു പിൻബലവും നിന്നിൽ നിന്നുണ്ടാവണം എന്നും പ്രാർത്ഥിച്ചു. അബ്ദുറഹ്മാൻ നാസിറു സഅദി റഹ്മഹുല്ലാ ഈ ആയത്തിനെ വിശദീകരിച്ച് ഇജ്അൽ മദാഖിലി വ മഖാരിജി കുല്ലഹാ ഫീ ത്വാഅതിക വ മർളാതിക. ഈ ആയത്തിൽ പറഞ്ഞ ഞാൻ പ്രവേശിക്കുന്ന സ്ഥലം, ഞാൻ എവിടെന്ന് പുറത്തു വരുന്നുവോ ആ സ്ഥലം സത്യസന്ധമാവണമെന്ന് പറഞ്ഞാൽ, ഞാൻ എൻ്റെ ജീവിതത്തിൽ സഞ്ചരിക്കുന്ന, കടന്നു ചെല്ലുന്ന, പുറത്തു വരുന്ന എല്ലാം ഫീ ത്വാഅതിക, അല്ലാഹുവേ നിന്നെ അനുസരിച്ചുള്ളതാവണം. വ മർളാതിക, നിന്റെ തൃപ്തി നേടുന്നതാവണം. ഒരു സത്യവിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അവൻ എവിടെ നിൽക്കുന്നുവോ, അവൻ നിൽക്കുന്ന സ്ഥാനം, സ്ഥലം, ഏതൊരു സ്ഥലത്തു നിന്ന് അവൻ പുറത്തു വരുന്നുവോ അതെല്ലാം ആളുകൾക്ക് സംശയം ജനിപ്പിക്കുന്നതോ ആളുകളെ തെറ്റിദ്ധാരണയിലേക്ക് കൊണ്ടുപോകുന്നതോ ആകരുത് എന്നത് ഏറ്റവും പ്രത്യേകമാണ്. ഒരിക്കൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തന്റെ ഭാര്യ സഫിയ റളിയല്ലാഹു അൻഹയോട് ഏകദേശം മഗ്രിബിനോടടുത്ത ഇരുട്ടി നിൽക്കുന്ന സമയത്ത് സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോ രണ്ട് സ്വഹാബികൾ നടന്നു പോകുന്നു. അവർ റസൂലുള്ളാഹിയെ അറിഞ്ഞു. റസൂലുള്ളാഹിയോട് സലാം പറഞ്ഞു മുന്നോട്ട് പോയി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അവരെ പ്രത്യേകം വിളിച്ചു, യാ ഫുലാൻ ആദിഹി സൗജതി, സുഹൃത്തെ ഇതെന്റെ ഭാര്യയാണ് എന്ന് വ്യക്തമാക്കി കൊടുത്തു. അപ്പോൾ അവർ പറഞ്ഞു, റസൂലെ ഞങ്ങൾ അങ്ങയെ സംശയിക്കുകയോ? അതില്ലല്ലോ. റസൂലുള്ള പറഞ്ഞു കൊടുത്തത്, ഇന്ന ശൈത്വാന യബ്ലുഗു മിനൽ ഇൻസാനി മബ്ലഗ ദമി വ ഇന്നി ഖശീതു അൻ യഖ്ദിഫ ഫീ ഖുലൂബികുമാ ശൈആ. പിശാച് മനുഷ്യ ശരീരത്തിൽ രക്തം സഞ്ചരിക്കുന്ന സ്ഥലത്തൊക്കെ എത്തും. ഞാൻ നിങ്ങളുടെ കാര്യത്തിൽ ഭയപ്പെടുന്നു, എപ്പോഴെങ്കിലും കുറച്ച് കഴിഞ്ഞാൽ അന്ന് റസൂലുള്ള ഒരു അന്യ സ്ത്രീയുമായി സംസാരിച്ചിരുന്നല്ലോ എന്ന തോന്നൽ അവൻ നിങ്ങളുടെ മനസ്സുകളിൽ ഉണ്ടാക്കും. അതൊരു വലിയ ഫിത്തനക്കിടവരും, അത് ഞാൻ ഭയപ്പെടുന്നു എന്ന് പറഞ്ഞു. അവിടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഒരു സ്ത്രീയോട് സംസാരിക്കുന്നത് അത് മറ്റുള്ള ഒരാൾ കാണും, ഒരു പക്ഷേ റസൂലുള്ള അന്യ സ്ത്രീയോടാണല്ലോ ഒഴിഞ്ഞിരിക്കുന്നത് എന്ന് തോന്നിപ്പോകുമോ എന്ന് കരുതി ഇതെന്റെ ഭാര്യ സഫിയയാണ് എന്ന് വ്യക്തമാക്കി കൊടുക്കുകയാണ്. ഇതുപോലെയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരിക്കൽ പറഞ്ഞത്, മൻ കാന യുഅ്മിനു ബില്ലാഹി വൽ യൗമിൽ ആഖിർ ഫലാ യഖഉദന്ന അലാ മാഇദത്തിൻ യുദാറു അലൈഹൽ ഖംർ. സദ്യ, ഒരു ഭക്ഷണ ടേബിൾ, അവിടെ ആ നല്ല വിഭവസമൃദ്ധമായ ഭക്ഷണത്തിന്റെ കൂടെ മദ്യവുമുണ്ട് എന്നതാണെങ്കിൽ അവിടെ ഇരിക്കരുത്.
ആ ഹദീസിനെ വിശദീകരിച്ച് പണ്ഡിതന്മാർ പറഞ്ഞത് ഹത്താ ലൗ കാന ലാ യശ്റബ്, ഒരു പക്ഷേ അവനാ മദ്യം കുടിക്കില്ല, അവൻ അനുവദിച്ച ഭക്ഷണമേ കഴിക്കൂ, പക്ഷേ അവിടെ മദ്യം വിളമ്പുന്നത് കൊണ്ട് ആ സദസ്സിൽ പോയി ഇരിക്കരുത് എന്നാണ്. നമ്മൾ കയറുന്ന ഒരു ഹോട്ടലിൽ ഒരുപക്ഷെ ഒരു സെഷൻ ആളുകൾക്ക് മദ്യം വേണ്ടവർക്ക് മദ്യം കൊടുക്കുന്നുണ്ടാകാം, മറ്റൊരു സെഷൻ മാന്യമായ സാധാ ഭക്ഷണവും ഉണ്ടാകാം. പക്ഷേ ഒരു സത്യവിശ്വാസി അത്തരം സ്ഥലങ്ങളിൽ കയറാൻ പാടില്ല. എന്താ കാരണം? അവിടെ നിന്ന് പുറത്തു വരുമ്പോൾ അവന് തെറ്റിദ്ധരിക്കാൻ ഇടയുണ്ട്. ഇതൊക്കെയാണ് ഈ ആയത്തിന് ധാരാളം വ്യാഖ്യാനങ്ങളുണ്ട്. റസൂലുള്ളാഹി അത് പ്രാർത്ഥിക്കുമ്പോ ഈ മക്ക എന്ന മുദ്ഖല സിദ്ഖിൽ നിന്ന് നീ എന്നെ കൊണ്ടുപോകുന്നു, മദീന എന്ന മുദ്ഖല സിദ്ഖ്, ആ മദീന എന്ന സത്യസന്ധമായ പ്രവേശന സ്ഥലത്തേക്ക് നീ എന്നെ പ്രവേശിപ്പിക്കണേ എന്നൊക്കെ. അതുപോലെ എന്റെ മരണം എപ്പോൾ പിടികൂടിയാലും അള്ളാഹു സ്വീകരിക്കുന്ന ഒരു മരണമാക്കണേ, മമാത്ത സിദ്ഖ്, സത്യസന്ധമായ മരണം. ഖബറിൽ നിന്ന് ഞാൻ എഴുന്നേറ്റ് വരുമ്പോ അള്ള തൃപ്തിപ്പെടുന്ന, അവൻ സ്വീകരിക്കുന്ന ഒരു ആക്കണേ എന്നൊക്കെ ഈ ആയത്തിന്റെ വിഷയം കാണാൻ കഴിയും. പറഞ്ഞു വന്നത്, നമ്മെ ആരും തെറ്റിദ്ധരിക്കാനോ നമ്മുടെ കാര്യത്തിൽ ഒരു അവ്യക്തത ഉണ്ടാകാനോ സാധ്യമല്ലാത്ത വിധം നാം സത്യസന്ധരാകണം എന്നതാണ് ഈ പറഞ്ഞ രണ്ട് കാര്യങ്ങൾ, മുദ്ഖല സിദ്ഖ് വ മുഖ്റജ സിദ്ഖ്. മറ്റൊന്ന്, മഹാനായ ഖലീലുല്ലാഹി ഇബ്രാഹിം അലൈഹിസ്സലാം പ്രാർത്ഥിച്ച വജഅൽ ലി ലിസാന സിദ്ഖിൻ ഫിൽ ആഖിരീൻ. ഇബ്രാഹിം അലൈഹിസ്സലാം അള്ളാഹിനോട് ദുആ ചെയ്യാണ്, റബ്ബേ എന്റെ പിൽക്കാലക്കാരിൽ അന്ത്യനാൾ വരെ ഈ ലോകത്ത് ജീവിക്കുന്നവരിൽ എന്നെക്കുറിച്ച് സൽകീർത്തി ഉണ്ടാക്കണേ, എന്നെക്കുറിച്ച് അവർ നല്ലത് പറയണേ എന്ന്. ഇബ്നു കസീർ റഹിമഹുല്ലാ ഈ ആയത്തിന്റെ തഫ്സീറിൽ പറഞ്ഞു, വജഅൽ ലി ദിക്റൻ ജമീലൻ ബഅദി ഉദ്കറു ബിഹി വയുഖ്തദാ ബി ഫിൽ ഖൈർ. എന്റെ കാലശേഷം എന്നെ ആളുകൾ നന്മയിലായി സ്മരിച്ചുകൊണ്ടിരിക്കണം, നല്ലതിൽ മാത്രം എന്നെ ഓർത്തുകൊണ്ടിരിക്കണം ആളുകൾ. വയുഖ്തദാ ബി ഫിൽ ഖൈർ, നന്മയിൽ ആളുകൾ എന്നെ പിന്തുടരുകയും ചെയ്യണം. നോക്കൂ നിങ്ങൾ, ആ പ്രാർത്ഥന അല്ലാഹ് സ്വീകരിച്ചതിന്റെ ഫലമാണ് നമ്മുടെ ഓരോ നമസ്കാരത്തിലടക്കം ഇബ്രാഹിം അലൈഹിസ്സലാമിനെ നമ്മൾ ഓർത്തുകൊണ്ടിരിക്കുന്നത്, അദ്ദേഹത്തിന് വേണ്ടി അനുഗ്രഹത്തിന് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നത്. നമ്മുടെ ഓരോ കർമ്മങ്ങളിലും ഇബ്രാഹിം അലൈഹിസ്സലാമിന്റെ മില്ലത്തുണ്ട് എന്നതാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പല സുന്നത്തുകളും പഠിപ്പിച്ചപ്പോ ഇത് എന്റെ പിതാവ് ഖലീലുള്ള ഇബ്രാഹിം അലൈഹിസ്സലാം ചെയ്തതാണ് എന്ന് പറഞ്ഞ് പഠിപ്പിച്ചത് കാണാൻ കഴിയും. നോക്കൂ നിങ്ങൾ, വജഅൽ ലി ലിസാന സിദ്ഖിൻ ഫിൽ ആഖിരീൻ, എന്നെക്കുറിച്ച് ആളുകൾക്കിടയിൽ നല്ലത് പറയുന്ന അവസ്ഥ ഉണ്ടാകണം. അനസ് റളിയല്ലാഹു അൻഹു പറയുകയാണ്, മുറൂ ബി ജനാസത്തിൻ, ഒരിക്കൽ ഞങ്ങൾ റസൂലുള്ളാഹിയോടൊപ്പം ഉണ്ടാകുമ്പോ ഒരു ജനാസ കൊണ്ടുപോയി. ഫഅസ്നൗ അലൈഹാ ഖൈറ, ആ ജനാസയിൽ വഹിക്കപ്പെട്ട മയ്യിത്തിനെ കുറിച്ച് ആളുകൾ പുകഴ്ത്തി പറഞ്ഞു. ഇത് കേട്ടപ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, വജബത്, നിർബന്ധമായി എന്ന് പറഞ്ഞു. പിന്നെ അതാ ഒരു മയ്യിത്ത് കൊണ്ടുപോകുന്നു, ആളുകൾ ഫഅസ്നൗ അലൈഹാ ശർറ, ആളുകൾ ആ മരിച്ച വ്യക്തിയെ കുറിച്ച് ഷർറാണ് പറഞ്ഞത്. അപ്പൊ റസൂലുള്ളാഹി പറഞ്ഞു, വജബത്, നിർബന്ധമായി എന്ന്. സദസ്സിൽ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു ഉണ്ടായിരുന്നു. അദ്ദേഹം റസൂലുള്ളാഹിയോട് ചോദിച്ചു, മാ വജബത്, എന്താണ് റസൂലെ നിർബന്ധമായത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഹാദാ അസ്നൈതും അലൈഹി ഖൈറ, ഒരു മയ്യിത്ത് കൊണ്ടുപോയപ്പോ നിങ്ങൾ നല്ലത് പറഞ്ഞല്ലോ, വജബതു ലഹുൽ ജന്ന, സ്വർഗം നിർബന്ധമായി. അസ്നൈതും അലൈഹി ശർറ, മറ്റൊരു മയ്യിത്ത് കൊണ്ടുപോയപ്പോ ഷർറാണല്ലോ പറഞ്ഞത്, വജബത്ത് അലൈഹി നാർ, നരകം നിർബന്ധമായി എന്നാണ്. നമ്മുടെ മയ്യിത്ത്, നമ്മുടെ പേര് മാറി മയ്യിത്ത് എപ്പോഴാ എടുക്കുക, മയ്യിത്ത് നമസ്കാരം എപ്പോഴാ എന്ന് ചോദിക്കുന്ന ഒരു സമയം എനിക്കും നിങ്ങൾക്കും വരാനുണ്ട്. നാം മരണപ്പെട്ടു എന്നറിഞ്ഞാൽ നമ്മെക്കുറിച്ച് ആളുകൾക്കിടയിൽ നല്ലത് പറയാൻ എന്താണ് നമ്മൾ ബാക്കിയാക്കിക്കൊണ്ടിരിക്കുന്നത്? നമ്മൾ എപ്പോഴും ചിന്തിക്കണം, അവൻ മരിച്ചോ, അവന്റെ കാലം കഴിഞ്ഞു എന്ന് മനസ്സിലെങ്കിലും അള്ളാനെ സ്തുതിച്ചു പറയുന്ന ഒരവസ്ഥ നമ്മെക്കുറിച്ച് ഇല്ലാതിരിക്കാൻ പരമാവധി നന്മകളുള്ളവരായി ജീവിതത്തിൽ ആത്മാർത്ഥമായ സത്യസന്ധമായ ബന്ധങ്ങളും ഇടപാടുകളും എല്ലാം ഉണ്ടാകുന്നവരായി നമ്മൾ മാറണം. അങ്ങനെ ലിസാന സിദ്ഖിൻ ഫിൽ ആഖിരീൻ, നമ്മുടെ നാവ് കൊണ്ട് പരമാവധി നന്മകൾ മാത്രം ചൊരിഞ്ഞു കൊടുക്കുക. അപ്പോ മറ്റുള്ള നാവുകൾ നമുക്ക് വേണ്ടി സംസാരിക്കും.
നോക്കൂ നിങ്ങൾ, നമ്മുടെ ഓരോ വാക്കും എത്രമാത്രം നമ്മൾ ശ്രദ്ധിക്കണമെന്നതിന് ഒരു ഉദാഹരണം ആയിഷ റളിയല്ലാഹു അൻഹ റസൂലുള്ളാഹിയോട് ഒരിക്കൽ പറഞ്ഞു, റസൂലെ ഹസ്ബുക മിൻ സഫിയ, നിങ്ങളുടെ മറ്റൊരു ഭാര്യയായ സഫിയയുണ്ടല്ലോ, ആ സഫിയ അങ്ങനെയാണല്ലോ ഇങ്ങനെയാണല്ലോ. സഫിയ റളിയല്ലാഹു അൻഹ കുറിയവളായിരുന്നു, എകരം കുറഞ്ഞ കുറിയ ശരീരപ്രകൃതി. അതാണ് ആയിഷ റളിയല്ലാഹു ഉദ്ദേശിച്ചത്. നിങ്ങളുടെ ഇന്ന ഭാര്യ ഒരു കുറിയവളാണല്ലോ എന്ന് മാത്രം ആ സഫിയയിലുള്ള ആ പ്രകൃതിപരമായ അവസ്ഥ പറഞ്ഞതാണ്. അതിനെക്കുറിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് ലഖദ് ഖുൽതി കലിമതൻ, ആയിഷ നീ ഇപ്പൊ പറഞ്ഞ പദമുണ്ടല്ലോ, ലൗ മുസിജത് ബിമാഇൽ ബഹരി ലമസജതുഹു, സമുദ്ര ജലത്തിൽ ആ വാക്ക് കലർത്തിയാൽ സമുദ്രത്തിലുള്ള മുഴുവൻ വെള്ളത്തിലും അത് ചേരും, സമുദ്ര വെള്ളത്തെ മാറ്റിക്കളയും, ദുർഗന്ധമാക്കി മാറ്റും. അത്ര വലിയ അപകടം പിടിച്ച വാക്കാണ് നീയാ പറഞ്ഞത് എന്നാണ്. സഫിയയുടെ പ്രകൃതിപരമായ ഒരു കാര്യം സഫിയയുടെ അഭാവത്തിൽ പറഞ്ഞു പോയി എന്നതിനെ കുറിച്ചാണ് റസൂലുള്ളാഹി പറഞ്ഞതെങ്കിൽ നമ്മുടെ ഓരോ വാക്കും എത്രമാത്രം നാം ശ്രദ്ധിക്കണമെന്ന് ഇതിൽ നിന്ന് മാത്രം മനസ്സിലാകും. ഇനി നമ്മൾ നേടേണ്ട മറ്റൊന്ന് ഖദമ സിദ്ഖാൻ. സൂറത്ത് യൂനുസിൽ അല്ലാഹു പറഞ്ഞു, വബശ്ശിരിൽ ലദീന ആമനു അന്ന ലഹും ഖദമ സിദ്ഖിൻ ഇൻദ റബ്ബിഹിം, സത്യവിശ്വാസികൾക്ക് സന്തോഷവാർത്ത നൽകുക, അവർക്ക് റബ്ബിന്റെ അടുത്ത് സത്യസന്ധമായ ഒരു സ്ഥാനമുണ്ട്. ഖദം എന്നതിന് കാലിന്, പാദത്തിന് ഖദം എന്ന് പറയും. എന്ന് പറഞ്ഞാൽ നമ്മുടെ മുന്നേറ്റം, നാം മുന്നേറുന്നത്, നമ്മുടെ കാലുകൾ ചലിപ്പിക്കുന്നത് സത്യസന്ധമായ കാര്യങ്ങൾക്കാവണം. അവർക്ക് അള്ളാന്റെ അടുത്ത് സത്യസന്ധമായ സ്ഥാനമുണ്ട് എന്നാണ് നാസിറു സഅദി റഹ്മഹുല്ലാ ഈ ആയത്തിന് തഫ്സീർ ചെയ്ത് പറഞ്ഞത്, ലഹും ജസാഉൻ മഗ്ഫൂറുൻ വസവാബുൻ മദ്ഖൂറുൻ ഇൻദ റബ്ബിഹിം ബിമാ ഖദ്ദമൂഹു വഅസ്ലഫൂഹു മിനൽ അഅമാലി സ്വാലിഹ അസ്വാദിഖ എന്നാണ്. അവർ ചെയ്തു വെച്ച സത്യസന്ധമായ സൽക്കർമ്മങ്ങൾ കാരണം അള്ളാന്റെ അരികിൽ സ്ഥാനമുണ്ട് എന്നതാണ്. അതുകൊണ്ട് ജീവിതത്തിൽ മുദ്ഖല സിദ്ഖുള്ളവരായി, മുഖ്റജ സിദ്ഖുള്ളവരായി, ലിസാന സിദ്ഖുള്ളവരായി, ഖദമ സിദ്ഖുള്ളവരായി നമ്മൾ മാറിയാൽ അതിന്റെ നേട്ടം അള്ളാഹു നമുക്ക് പറഞ്ഞു തരുന്നു. ഇന്നൽ മുത്തഖീന ഫീ ജന്നാതിൻ വനഹർ, അള്ളാഹുവിനെ ജീവിതത്തിൽ സൂക്ഷിച്ചു ജീവിച്ചവർ നാളെ സ്വർഗത്തോപ്പുകളിലും അരുവികളിലുമായിരിക്കും. ഫീ മഖ്അദി സിദ്ഖിൻ ഇൻദ മലീകിൻ മുഖ്തദിർ, ശക്തവാനായ കഴിവുറ്റ രാജാവായ അള്ളാഹുവിന്റെ അടുത്ത് സത്യത്തിന്റെ ഇരിപ്പിടത്തിൽ അള്ളാഹുവിനെ നേർക്കുനേരെ കണ്ട് ഇരിക്കാൻ അവർക്ക് കഴിയുമെന്നതാണ്. അതിനെന്തു വേണം? ജീവിതത്തെ രഹസ്യ പരസ്യ മുഴുവൻ മേഖലകളിലും ആത്മാർത്ഥമായ സത്യസന്ധതയുള്ള തൗഹീദുള്ള സുന്നത്തുള്ളവരാക്കി മാറ്റിയെടുക്കുക എന്നത് മാത്രമാണ് പരിഹാരം. അഖൂലു മാ തസ്മഊൻ വഅസ്തഗ്ഫിറുല്ലാഹ ലീ വലക്കും ഫസ്തഗ്ഫിറൂഹു ഇന്നഹു ഹുവൽ ഗഫൂറുർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വൽ ആഖിബത്തു ലിൽ മുത്തഖീൻ വലാ ഉദ്വാന ഇല്ലാ അലൽ ളാലിമീൻ. അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദിൻ വഅലാ ആലി മുഹമ്മദ്. നേരത്തെ കേൾപ്പിച്ച സൂറത്തുൽ ഇസ്രായിലെ 80-ാമത്തെ വചനത്തിലുള്ള വഖുർ റബ്ബി അദ്ഖിൽനി മുദ്ഖല സിദ്ഖിൻ വഅഖ്രിജ്നി മുഖ്റജ സിദ്ഖിൻ വജ്അൽ ലീ മിൻ ലദുൻക സുൽത്താനൻ നസീറ. റസൂലുള്ളാഹിയോട് പ്രത്യേകം അല്ലാഹു പ്രാർത്ഥിക്കാൻ പറഞ്ഞ ഈ പ്രാർത്ഥനയെക്കുറിച്ച് ഇബ്നുൽ ഖയ്യിം റഹിമഹുല്ല പറഞ്ഞത്, വഹാദിഹി ദഅവതു മിൻ അൻഫഇ ദുആഇ ലിൽ അബ്ദി, ഏതൊരു സത്യവിശ്വാസിക്കും വളരെ പ്രയോജനപ്പെടുന്ന ഒരു പ്രാർത്ഥനയാണ്, ഒരു ദുആയാണ് ഇത് എന്നാണ്. അതുകൊണ്ട് തന്നെ നമ്മുടെ പ്രാർത്ഥനകളിൽ ഈ ആയത്തിൽ പറഞ്ഞ പോലെ നമ്മൾ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കണം. റബ്ബി അദ്ഖിൽനി മുദ്ഖല സിദ്ഖിൻ വഅഖ്രിജ്നി മുഖ്റജ സിദ്ഖിൻ വജ്അൽ ലീ മിൻ ലദുൻക സുൽത്താനൻ നസീറ. ഈ ആയത്തിന്റെ അവസാനത്തിൽ പറഞ്ഞ വജ്അൽ ലീ മിൻ ലദുൻക സുൽത്താനൻ നസീറ, അല്ലാഹുവേ നീ എനിക്ക് നിന്നിൽ നിന്ന് ഒരു സുൽത്താൻ, സുൽത്താൻ എന്ന് പറഞ്ഞാൽ അധികാരം എന്നതിനർത്ഥം പറയാം. എന്നാൽ തഫ്സീറുകളിൽ അതിനെ വിശദീകരിച്ചത് സുൽത്താനൻ നസീറ ഹുജ്ജത്തുൻ ബയ്യിന എന്നാണ്, വ്യക്തമായ തെളിവ്. അതുപോലെ ഹുജ്ജത്തുൻ ലാഹിറ വബുർഹാനൻ ഖാത്തിഅൻ
അലാ ജമീഇ മാ ആതീഹി വമാ അദറുഹു. ഞാൻ ചെയ്യുന്ന ഏതൊക്കെ കാര്യങ്ങളുണ്ടോ, ഞാൻ ചെയ്യാത്ത ഏതൊക്കെ കാര്യങ്ങളുണ്ടോ, ഞാൻ എന്തൊക്കെ പ്രവർത്തിക്കുന്നുവോ, ഞാൻ ഏതൊക്കെ കാര്യങ്ങൾ വിട്ടുനിൽക്കുന്നുവോ, അതിലൊക്കെ എനിക്കൊരു പ്രമാണം വേണം എന്നതാണ് ഒരു മുസ്ലിമിന്റെ അടിസ്ഥാനം. അതാണ് നമ്മൾ എന്ത് വിശ്വസിക്കുന്നു അതിന് പ്രമാണമുണ്ടാകണം. നമ്മൾ ഏതൊക്കെ കർമ്മങ്ങൾ അനുഷ്ഠിക്കുന്നു ഇന്നതുകൊണ്ടാണ്, ഇന്ന പ്രമാണം അതിനുണ്ട്, ഇത് സ്വഹാബത്ത് ചെയ്തതാണ്, ഇത് റസൂലുള്ള ചെയ്തതാണ്, ഇത് ദീനുള്ളതാണ്, ഖുർആനിലുള്ളതാണ്, സുന്നത്തിലുള്ളതാണ് എന്ന പ്രമാണമുള്ളതേ ചെയ്യാവൂ. ഇന്ന് മുസ്ലിം സമൂഹം ഒന്നാകെ പ്രമാണങ്ങൾക്ക് എതിരായിട്ടാണ് പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നത്. പ്രമാണങ്ങളിലുള്ള ഒന്നിനും വില കൽപ്പിക്കാതെ പ്രമാണങ്ങളിലില്ലാത്ത അനാചാരങ്ങളും സമ്പ്രദായങ്ങളുമായി മുസ്ലിം സമൂഹം മുന്നോട്ട് പോകുക. ദീനിലുള്ളത് ചെയ്യാൻ അതിനുള്ള തൗഫീഖ് കൂടി എനിക്ക് വേണം, അതിന്റെ പ്രമാണം എനിക്ക് വേണമെന്നാണ് ഈ പ്രാർത്ഥന. സൂറത്തുൽ ഇസ്രായിലൂടെ അള്ളാഹു പഠിപ്പിച്ചിട്ടുണ്ട്, വലാ തഖ്ഫു മാ ലൈസ ലക ബിഹി ഇൽമുൻ. അറിവില്ലാതെ യാതൊന്നിന്റെ പിന്നാലെയും നീ പോകരുത്. ഇന്ന സമഅ വൽ ബസ്വറ വൽ ഫുആദ കുല്ലു ഉലൈക കാന അൻഹു മസ്ഊല. കാരണം കണ്ണും കാതും ബുദ്ധിയും നാളെ പരലോകത്ത് വിചാരണക്ക് വിധേയമാകുമെന്നാണ്. അല്ലാഹ് കണ്ണും കാതും ബുദ്ധിയും തന്നതിന്റെ ഒന്നാമത്തെ ലക്ഷ്യം അവൻ അവതരിപ്പിച്ച പ്രമാണബദ്ധമായ ദീന് പഠിക്കാനും പകർത്താനുമാണ്. അത് കഴിഞ്ഞിട്ടാണ് ദുനിയാവും ദുനിയാവിലെ മഈശത്തുകളും എല്ലാം എന്ന് നമ്മളെങ്കിലും മനസ്സിലാക്കണം. അതുകൊണ്ട് പരമാവധി സ്വർഗം മുന്നിൽ കണ്ട് ജീവിക്കാൻ, നരകത്തെ ഭയപ്പെട്ട് ജീവിക്കാൻ, ആ സ്വർഗത്തിൽ ഫീ മഖ്അദി സിദ്ഖിൻ ഇൻദ മലീകിൻ മുഖ്തദിർ, അള്ളാന്റെ അരികിൽ ഒരു സ്ഥാനം ലഭിക്കണം, അവന്റെ ലിഖാഅ് അനുഭവിക്കണമെന്ന അതിയായ ആഗ്രഹം നമുക്കുണ്ടാകണം. അതിനുവേണ്ടി നാം ജീവിക്കണം എന്ന് ഓർമ്മപ്പെടുത്തുന്നു. അള്ളാഹു അവന്റെ ഇഷ്ടദാസന്മാരിൽ നമ്മെ ഓരോരുത്തരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. അല്ലാഹു മഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് അൽ അഹ്യാഇ മിൻഹും വൽ അംവാത്ത്. അല്ലാഹുമ്മ അഹ്യിനാ അലൽ കിതാബി വസ്സുന്നഹ് വഅമിത്നാ മഅൽ ഈമാനി വത്തൗബ. അല്ലാഹുമ്മ ഇശ്ഫി മർളാനാ വമർളൽ മുസ്ലിമീൻ. اللهم اشف مرضانا ومرضى المسلمين. اللهم اشف مرضانا وارحم موتانا يا ارحم الراحمين. اللهم لا تدع لنا ذنبا الا غفرته ولا دينا الا قضيته ولا مريضا الا شفيته ولا ميتا الا رحمته ولا بلاء الا رفعته يا ارحم الراحمين. ربنا تقبل منا دعاءنا وتب علينا إنك أنت التواب الرحيم. اللهم توفنا مسلمين وألحقنا بالصالحين. اللهم صل على محمد وعلى آل محمد والحمد لله رب العالمين.